ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ ഈ എക്സാലോജിക് CMRL ഇടപാട്, മാസപ്പടി, SFIO അന്വേഷണം, ഇതിലേക്കൊക്കെ ഇപ്പോൾ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം കൂടി കടന്നു വരികയാണല്ലോ. ഷോൺ ജോർജ് SFIOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്തരീക്ഷത്തിലുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കരിമണൽ, അത് വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്കിന് വേണ്ടി നീക്കം ചെയ്യുവാനായിട്ട് 2019 നൽകിയ ഉത്തരവ്, അതിൽ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതുപ്രകാരം KMML-നും IRAയ്ക്കും കിട്ടേണ്ട ധാതുമണൽ എവിടെ പോയി? ആ ഇൽമനേറ്റ് എവിടെ പോയി? അത് CMRL-ലേക്ക് എത്തിയില്ലേ? ഇക്കാര്യം കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടോ ഷോൺ കൊടുത്ത ഈ പരാതിയിലൂടെ? പക്ഷേ ഇത് വരേണ്ടതല്ലേ? ഇതല്ലേ യഥാർത്ഥ മാസപ്പടിക്ക് പകരമായി കിട്ടിയിരിക്കുന്ന സേവനം? തീർച്ചയായിട്ടും ഞാൻ തുടക്കം മുതൽ തന്നെ ഇത് കേവലം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത മാസപ്പടിയുമായി മാത്രം ബന്ധപ്പെട്ട് കാണുന്ന ഒരു കാര്യമല്ല. കാരണം കഴിഞ്ഞ 25 കൊല്ലത്തിലേറെയായി ഇതീ കമ്പനി പെരിയാറിൽ നടത്തുന്ന മലിനീകരണം, മഞ്ജുഷിന് നല്ല ഓർമ്മയുണ്ടാവും, കൊച്ചിയിലുണ്ടായിരുന്ന കാലത്ത് പെരിയാർ മലിനീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു കമ്പനിയാണ് CMRL എന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. ഹൈക്കോടതിക്ക് അറിയാം, സുപ്രീം കോടതിയുടെ പ്രത്യേക അന്വേഷണ സമിതിക്ക് അറിയാം. അതവിടെ നിൽക്കട്ടെ. മറുവശത്ത് ആലപ്പാട് ഖനനവും അതിനുശേഷം ആലപ്പുഴയിൽ ഖനനം നടത്തണം എന്ന തീരുമാനവും അതിനെതിരായ സമരവും കഴിഞ്ഞ 20 കൊല്ലമായി കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. 2004 VM സുധീരൻ ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ആലപ്പുഴയിലെ കരിമണൽ, അതാ സ്വന്തം പാർട്ടിക്കാരും സ്വന്തം മുന്നണിക്കാരും, ഞാനിപ്പോൾ അതിൽ വേറെ തർക്കത്തിനൊന്നും പോകുന്നില്ല, അവരൊക്കെ തന്നെയാണ്. പ്രശ്നം എന്താ? പ്രശ്നം വളരെ ഗുരുതരമായൊരു കാര്യമാണ്. ആലപ്പുഴയിൽ കരിമണൽ ഖനനമേ പാടില്ല എന്ന് 2004 മുതൽ വാദിക്കുന്ന അവിടുത്തെ സർവകക്ഷി യോഗം 2007 ചെങ്ങല പിടിച്ച സഖാവ് MA ബേബി, അന്ന് പാർട്ടി സെക്രട്ടറിയാണ്, MA ബേബിയും ഈ പറഞ്ഞ VM സുധീരനും അടക്കം ഞങ്ങളൊക്കെ വലിയ ചെങ്ങല പിടിച്ചാണ് ആലപ്പുഴ ആറാട്ടുപുഴ തീരത്ത് നിന്നത്. അവിടെ ഖനനമേ പാടില്ല, കായംകുളത്തിന് വടക്കോട്ട് ഖനനമേ പാടില്ല എന്ന് വളരെ കൃത്യമായ നിലപാടെടുത്തിരുന്നു, പാർട്ടി എടുത്തിരുന്നു, ഒക്കെ എടുത്തു. അതിൽ താല്പര്യക്കുറവുള്ള ആളുകൾ UDF-ലും LDF-ലും ഉണ്ടായിരുന്നു. ഞാനത് ഒരു ഇതായിട്ടും കാണുന്നില്ല. ഈ കർത്താവിനും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കമ്പനികൾക്കും ഇതെങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ. അതുകൊണ്ടാണ് മാസപ്പടിയിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പല പേരുകൾ, പല മുന്നണിയിലെ പല പേരുകൾ വന്നത്. അതിൽ ഈ കർത്ത എന്ന് പറയുന്ന ആൾ എത്ര പവർഫുള്ളാണ് എന്ന് ഞങ്ങൾക്ക് വളരെ മുമ്പേ അറിയാം. കർത്ത ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ സ്പെസിഫിക്കായി അദ്ദേഹത്തിന് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം സാധ്യമല്ല എന്ന് 2019 കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമെടുക്കുമ്പോൾ പിന്നെയുള്ള ഏക വഴി അത് വഴിതിരിച്ചു കൊണ്ടുപോകലാണ്. അതിനു വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള 2 വകുപ്പാണ് ഇതിൽ പ്രധാനം നമ്മൾ ആലോചിക്കണം. 1 പരിസ്ഥിതി വകുപ്പ്, 2 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പ്. ഈ തോട്ടപ്പള്ളിക്ക് താഴെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പ് ചെയ്യുന്ന കോമാളിത്തരം, ഒരു ഡിസാസ്റ്റർ ഇവിടെ മാറിയിട്ടില്ല. കാരണം തോട്ടപ്പള്ളി സ്പിൽവേ തന്നെ തകർന്നു കിടക്കുകയാണ്. അതിൻ്റെ എത്രയോ ഷട്ടറുകൾ പ്രവർത്തിക്കാതായിട്ട് എത്രയോ കൊല്ലമായി. അത് മൊത്തമായി അടയ്ക്കുന്നു. ആ ഫ്ലഡ് കാലത്തൊക്കെ അത് തുറക്കാൻ വേണ്ടി നമ്മൾ വലിയ എന്താ പറയുക JCB ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ചില ഷട്ടർ തുറന്നത്. അപ്പം ഈ തോട്ടപ്പള്ളിയിലെ മണൽ ഖനനം അവിടെ ആദ്യം തുറമുഖത്തിന് വേണ്ടി എന്ന് പറയുന്നു. ആ തുറമുഖത്തൊന്നും മത്സ്യബന്ധന ബോട്ട് പോലും എടുക്കാൻ പറ്റില്ല. തുറമുഖത്തിന് വേണ്ടി എന്ന് പറയുന്നു. രണ്ടാമത് അത് ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ സ്വാമിനാഥൻ കമ്മിറ്റിയും IIT ഒക്കെ പഠിച്ചു എന്നൊക്കെ പറയുന്നത് അത് ഇതൊന്നുമല്ല. സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കുകയും അത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത ആളുകളാണ് ഞങ്ങൾ. B ചാനൽ എന്ന് പറയുന്ന അവിടെ അപ്പർ കുട്ടനാട്ടിലെ നിരവധി ചാനലുകൾ, കനാലുകൾ, AC കനാലടക്കം നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നുവെന്നും ചളി വന്നടിഞ്ഞിരിക്കുന്നുവെന്നും അതെടുക്കണമെന്നും അവിടെ നീരൊഴുക്ക് സുഗമമാക്കണം എന്നും പറഞ്ഞെടുത്ത് അതൊന്നും ചെയ്യാതെ ഈ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്ന കടലോരത്ത് നിന്ന് മണലെടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിനിപ്പോൾ 4 വർഷമായിട്ട് അവിടെ സമരം നടക്കുകയാണ്. ആ സമരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ. കോവിഡ് കാലത്ത് കോവിഡ് നിയമം ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച് എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്ന് അവിടെ മണൽ വാരിയാണ്. ശരിയാണ്. അത് ഈ ഉത്തരവാണ്. ഈ ഉത്തരവ് പ്രകാരമാണ് 2019 മെയ് 31-ാം തീയതിയിലെ ഈ ഉത്തരവാണ് ഇപ്പോൾ SFIOയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. 31/5/2019 വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ്. പക്ഷേ ശ്രീ CR നീലകണ്ഠൻ, ഇതിലൊക്കെ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് CPM-ന്റെ വാദം, അതുപോലെ തന്നെ മന്ത്രിമാരുടെ വാദം ഒക്കെ ഉണ്ടല്ലോ. P രാജീവ് ഒക്കെ നേരത്തെ ഈ വാദം ഉന്നയിച്ചതാണ്. ഇവിടെയൊന്നും CMRL എന്നുള്ള പേരില്ല.
അതാണല്ലോ എടുത്തു പറയുന്ന കാര്യം. CMRL ഞങ്ങൾ ആരും കരിമണൽ ഖനനത്തിനുള്ള അനുമതി കൊടുത്തില്ല, അതൊരു സ്വകാര്യ കമ്പനിയാണ്, ഇതൊക്കെയാണ് ന്യായം. പക്ഷേ IREക്കും KMMLനും നൽകിയിരിക്കുന്ന ഈ അനുമതി അത് വളഞ്ഞ വഴിയിലൂടെ അല്ല, CMRLന് ആവശ്യമുള്ള ഇൽമനേറ്റ് ആ കമ്പനിയിലേക്ക് എത്തുന്നു. ഈ ഒരു ഇടപാടിന്റെ കാലത്ത് KMML നഷ്ടത്തിലേക്ക് പോകുന്നു, CMRL ലാഭത്തിലേക്ക് കുതിച്ചു ചാടുന്നു. കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണല്ലോ ഈ ഉത്തരവിന്റെ പിന്നിൽ എന്താണെന്ന്. മഞ്ജുഷേ, ഒറ്റ കാര്യം, KMMLനോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. കഴിഞ്ഞ 4 വർഷമായി അവരെടുത്ത മണൽ, അവരുണ്ടാക്കിയ ഇൽമനൈറ്റ്, അവരുണ്ടാക്കിയ ടൈറ്റാനിയം ഡയോക്സൈഡ്, അവർ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടൈറ്റാനിയം സ്പോഞ്ച്, അതിൻ്റെ അളവൊന്ന് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഒരു കണക്കും ഉണ്ടാവില്ല. അവിടെ ചെയ്യുന്ന ചതി ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. പലപ്പോഴും അവിടുത്തെ സമരസമിതിക്കാരും പറഞ്ഞിട്ടുണ്ട്. ഈ KMML വരുന്ന മണൽ, അവിടെ മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് ഉണ്ട്, മിനറൽ സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള മണൽ തീരത്ത് കൊണ്ടിടണമെന്ന നിയമം. പക്ഷെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, യഥാർത്ഥ ഇൽമനൈറ്റ് ബാക്കിയുള്ള മണൽ എന്ന് പറഞ്ഞുകൊണ്ട് KMML ഒരു കണക്കുമില്ല. ഞാൻ പരിശോധിച്ചു, RTA വെച്ചതാ, ഒരു കണക്കും അവരുടെ ഇല്ല. എത്ര ലോറി വന്നു, എത്ര ലോറി പോയി, എത്രയാണ് ഓരോ ലോറിയുടെ വെയിറ്റ്, എത്രയാണ് ഇവിടുത്തെ ഉൽപ്പാദനം, ഒരു കണക്കുമില്ല. എന്ന് പറഞ്ഞാൽ KMMLനെ മുമ്പിൽ നിർത്തി, IRE ഒരു പരിധിവരെ പൊതുമേഖല എന്ന് പറയുന്ന വിശുദ്ധ പശുവിനെ മുമ്പിൽ നിർത്തി, അവിടെ അതുവഴി ഈ കർത്താവിന്, കാരണം ഇവിടെ ഖനനം ചെയ്താലേ ഇവിടെ KMMLന് കൊടുക്കാൻ കിട്ടുകയുള്ളൂ. നടക്കുന്ന